ഉപാധികളില്ലാതെ കീഴടങ്ങുക എന്നതിനപ്പുറം ഇറാനുമായി ഒരു ധാരണയ്ക്കും സാധ്യത ഇല്ലെന്നാണ് ട്രംപിന്റെ നിലപാട്. കീഴടങ്ങിയതിനു ശേഷം പൊതുസ്വീകാര്യരായ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കാം. ഇറാന് മികച്ച ഭാവി ഉണ്ടാകുമെന്നും അദ്ദേഹം സമൂഹമാധ്യമ കുറിപ്പിൽ പറയുന്നു. വിവരങ്ങൾ ഐസൺ നൽകും. ഐസൺ, ഈ ഒരു ഘട്ടത്തിൽ ഒട്ടും പിന്നോട്ടില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് ട്രംപ്. കഴിഞ്ഞ ദിവസമൊക്കെ മുജ്തബ ഖൊമേനി അടുത്ത പരമോന്നത നേതാവാകുമെന്ന് അവർക്ക് സൂചന വന്നിരുന്നു. അതിന് പിന്നാലെ തന്നെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു മുജ്തബ ഖൊമേനിയെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല, ഇറാനുമായി ഒരു ധാരണയ്ക്കും സാധ്യതയില്ലെന്ന് ഇപ്പോൾ തീർത്തും വ്യക്തമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇറാൻ പൂർണ്ണമായും കീഴടങ്ങണം, കീഴടങ്ങിന് ശേഷം പൊതുസ്വീകാര്യരായ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കാം എന്നാണ് ട്രംപ് പറയുന്നത്, അല്ലേ? തീർച്ചയായും അമൽ, ഇപ്പോൾ ട്രംപിൻ്റെ വാക്കുകൾ തന്നെ നമ്മൾ നേരിട്ടെടുത്താൽ ഇറാനെ കീഴടങ്ങുകയല്ലാതെ, ഉപാധികളില്ലാതെ കീഴടങ്ങുകയല്ലാതെ മറ്റൊരു വഴിയും ഇറാന് മുന്നിലില്ല. അങ്ങനെ കീഴടങ്ങിയതിന് ശേഷം നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുക, അത്തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങാം. ആ ഇറാനെ സമ്പൽ സമൃദ്ധമാക്കുന്നതിനുള്ള നീക്കങ്ങൾ പിന്നീട് നമുക്ക് ആരംഭിക്കാം. മറ്റൊരു പ്രധാന വിഷയം അദ്ദേഹം പരാമർശിച്ചത്, സമൂഹമാധ്യമ കുറിപ്പിൽ തന്നെ പരാമർശിച്ചത്, നമുക്കറിയാവുന്നതാണ്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്ന പോലെ മേക്ക് ഇറാൻ ഗ്രേറ്റ് അഗെയിൻ എന്നൊരു നിലപാടാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. സ്വാഭാവികമായും ആ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ആ ഒരു റെജിം ചേഞ്ച് തന്നെയാണ് ആ വാക്കുകളിൽ നേടിയിരിക്കുന്നത്. അതുപോലെ തന്നെ മേക്ക് ഇറാൻ ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുമ്പോൾ പഴയകാല ഇറാൻ്റെ പ്രതാപവും അതുപോലെ തന്നെ ആ പാശ്ചാത്യവൽക്കരണത്തിൻ്റെ സ്വഭാവവും എല്ലാം തന്നെയുള്ള ഒരു സമ്പൽ സമൃദ്ധമായ രാജ്യമാക്കി മാറ്റാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന നിലപാടും അദ്ദേഹം സമൂഹമാധ്യമ കുറിപ്പിൽ അറിയിക്കുന്നുണ്ട്. തീർച്ചയായും ഇതിൽ നിന്നും പലതും വായിച്ചെടുക്കാനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത്, ആക്രമണം ഇന്നൊന്നും ഉടനെ ഒന്നും അവസാനിക്കുന്ന യാതൊരു സാധ്യതയുമില്ല, കടുത്ത ആക്രമണങ്ങൾ തന്നെ തുടരുമെന്ന നിലപാട് തന്നെയാണ് ഒന്നാമത്തെ ഘടകം. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, ഈ പ്രധാന ഘടകം ആക്രമണം തുടരുമെന്ന് തന്നെയാണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ പുതിയ ഭരണകൂടത്തിൽ നിലവിലെ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഒരു നേതൃത്വത്തിനും ഒരു സ്ഥാനവും ഉണ്ടാവില്ല. അത്തരമൊരു സംവിധാനം തന്നെ അവിടെ പൂർണ്ണമായും എലിമിനേറ്റ് ചെയ്യാനുള്ളൊരു നീക്കമാണ് നടക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വരാനിരിക്കുന്ന ഭരണകൂടത്തിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കുമെന്ന കൃത്യമായൊരു സൂചനയും അത് നൽകുന്നുണ്ട്. ആ സൂചനയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഹത്തായ ഒരു രാഷ്ട്രമാകാം, ഒരു യൂറോപ്യൻ രാജ്യങ്ങളെപ്പോലെ. നേരത്തെ ഉണ്ടായിരുന്ന പോലെ ഇറാനിലെ നമുക്കറിയാവുന്നതാണ്, വളരെ പരിഷ്കൃതമായൊരു സമൂഹമായിരുന്നു. ആ സമൂഹം 79-ന് ശേഷം ഈ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഒരു വിപ്ലവ സ്വഭാവമുള്ള ഏറ്റെടുക്കലിന് ശേഷം, അല്ലെങ്കിൽ ഒരു ആക്രമണത്തിലൂടെ ഏറ്റെടുത്തതിന് ശേഷം, അട്ടിമറിയിലൂടെ ഏറ്റെടുത്തതിന് ശേഷം തീർച്ചയായും വളരെയധികം പിന്നോട്ടടിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്നതാണ്, പർദ്ദ ധരിക്കാതെ പ്രതിഷേധത്തിന് ഇറങ്ങുക ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ അവിടെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ളൊരു സമൂഹത്തിൻ്റെ ആവശ്യം പൂർണ്ണമായും പിന്തുണയ്ക്കാമെന്നൊരു നിലപാടിലേക്ക് തന്നെയാണ് ട്രംപ് എത്തിയിരിക്കുന്നത്. തീർച്ചയായും ഈ ഭരണകൂടത്തിൻ്റെ മാറ്റം പൂർണ്ണമായും ഉണ്ടാകും, ആക്രമണം തുടരുമെന്ന കൃത്യമായ നിർദ്ദേശവും, അതിനുശേഷം ഏത് രീതിയിലാണോ ആ രാജ്യം മുന്നോട്ട് പോകേണ്ടത്, അതിൻ്റെ ചരിത്രത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് തന്നെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു നീക്കമാണ് തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്ന നയപരമായൊരു വെളിപ്പെടുത്തൽ കൂടിയായി അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം തന്നെ ഈ 4 വരികളിലുള്ള ട്രംപിൻ്റെ പ്രഖ്യാപനത്തെ കാണുന്നുണ്ട്. എന്ന് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ കീഴടങ്ങണം എന്ന നിലപാടിൽ നിന്നും ഒട്ടും വിട്ടുവീഴ്ചയില്ല. അതുകൊണ്ട് തന്നെ ആക്രമണം ഈ അടുത്ത കാലത്തൊന്നും അവസാനിക്കാൻ സാധ്യതയില്ല, രൂക്ഷമാകാനുള്ള സാധ്യത തന്നെയാണുള്ളതെന്ന് ട്രംപ് കൃത്യമായി ആ വരികൾക്കിടയിലൂടെ പറയുകയും ചെയ്യുന്നുണ്ട്. അമൽ, യെസ്, വ്യക്തമാണ്, പിന്നോട്ടില്ലെന്ന നിലപാട് ആവർത്തിച്ച് പറയുകയാണ് ട്രംപ്. ഉപാധികളില്ലാതെ കീഴടങ്ങുക എന്നതിനപ്പുറം ഇറാനുമായി ഒരു ധാരണയ്ക്കും സാധ്യതയില്ലെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. കീഴടങ്ങിയതിനു ശേഷം പൊതുസ്വീകാര്യരായ നേതാക്കളെ തിരഞ്ഞെടുക്കാമെന്നും ട്രംപ് സമൂഹമാധ്യമ കുറിപ്പിലൂടെ പറയുന്നു. വിവരം നൽകുകയായിരുന്നു ഐസൺ ജോസ്.